ഹോശേയ അധ്യായം 7. ഞാൻ ഇസ്രായേലിനെ ചികിത്സ ചെയ്യുമ്പോൾ എഫ്രൈമിൻ്റെ അകൃത്യവും ശമരിയയുടെ ദുഷ്ടതയും വെളിപ്പെട്ടു വരുന്നു. അവർ വ്യാജം പ്രവർത്തിക്കുന്നു, അകത്ത് കള്ളൻ കിടക്കുന്നു, പുറത്ത് കവർച്ചക്കാരുടെ കൂട്ടം കൊള്ളയിടുന്നു. അവരുടെ ദുഷ്ടതയൊക്കെയും ഞാൻ ഓർക്കുന്നു എന്ന് അവർ മനസ്സിൽ വിചാരിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ സ്വന്തം പ്രവൃത്തികൾ അവരെ ചുറ്റിയിരിക്കുന്നു, അവയെൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. അവർ ദുഷ്ടത കൊണ്ട് രാജാവിനെയും ഭോഷ്ക് കൊണ്ട് പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നു. അവരെല്ലാവരും വ്യഭിചാരികളാവുന്നു. അപ്പക്കാരൻ ചൂട് പിടിപ്പിക്കുന്ന അപ്പക്കൂട് പോലെ ഇരിക്കുന്നു. മാവ് കുഴിച്ചത് മുതൽ അത് പുളിക്കുവോളം തീയേരിക്കാതിരിക്കും. നമ്മുടെ രാജാവിൻ്റെ ദിവസത്തിൽ പ്രഭുക്കന്മാർക്ക് വീഞ്ഞിൻ്റെ ഉഷ്ണത്താൽ ദീനം പിടിക്കുന്നു. അവൻ പരിഹാസികളോടുകൂടെ കൈ നീട്ടുന്നു. അവർ പതിയിരിക്കുന്ന സമയത്ത് തങ്ങളുടെ ഹൃദയത്തെ അപ്പക്കൂട് പോലെ ഒരുക്കിയിരിക്കുന്നു. അവർ അപ്പക്കാരൻ രാത്രി മുഴുവൻ ഉറങ്ങുന്നു, രാവിലെ അത് ജ്വലിക്കുന്ന തീ പോലെ കത്തുന്നു. അവരൊക്കെയും അപ്പക്കൂട് പോലെ ചൂടുപിടിച്ച് തങ്ങളുടെ ന്യായാധിപതിമാരെ തിന്നുകളയുന്നു. അവരുടെ രാജാക്കന്മാരൊക്കെയും വീണ്ടിരിക്കുന്നു. അവരുടെ ഇടയിൽ എന്നോട് അപേക്ഷിക്കുന്നവൻ ആരുമില്ല. എഫ്രൈം ജാതികളോട് ഇട കലർന്നിരിക്കുന്നു. എഫ്രൈം മറിച്ചിടാത്ത ദോഷയാവുന്നു. അന്യജാതികൾ അവൻ്റെ ബലം തിന്നു കളഞ്ഞുവെങ്കിലും അവൻ അറിയുന്നില്ല. അവൻ അവിടെ നരച്ചിരിക്കുന്നുവെങ്കിലും അവൻ അറിയുന്നില്ല. ഇസ്രായേലിൻ്റെ അഹംഭാവം അവൻ്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ മടങ്ങി വന്നിട്ടില്ല. ഇതിലൊക്കെ അവനെ അന്വേഷിച്ചിട്ടുമില്ല. എഫ്രൈം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെയാവുന്നു. അവർ മിസ്രൈമിനെ വിളിക്കുകയും അശ്ശൂരിലേക്ക് പോവുകയും ചെയ്യുന്നു. അവർ പോകുമ്പോൾ ഞാൻ എൻ്റെ വല അവരുടെ മേൽ വീശും. ഞാൻ അവരെ ആകാശത്തിലെ പറവുകളെ പോലെ താഴെ വീഴ്ത്തും. അവരുടെ സഭയെ കൽപ്പിച്ചതുപോലെ ഞാൻ അവരെ ശിക്ഷിക്കും. അവരെന്നെ വിട്ട് ഓടിപ്പോയതുകൊണ്ട് അവർക്ക് അയ്യോ കഷ്ടം. അവരെന്നോട് അതിക്രമം ചെയ്യുകൊണ്ട് അവർക്ക് നാശം. ഞാൻ അവരെ വീണ്ടെടുപ്പാൻ വിചാരിച്ചിട്ടും അവരെന്നോട് ഭോഷ്ക് സംസാരിക്കുന്നു. അവർ ഹൃദയപൂർവ്വം എന്നോട് നിലവിളിക്കാതെ കിടക്കയിൽ വെച്ച് മുറയിടുന്നു. അവർ ധാന്യവും വീഞ്ഞും നിമിത്തം ഒന്നിച്ചു പോകുന്നു. അവരെന്നോട് മത്സരിക്കുന്നു. ഞാൻ അവരുടെ ഭുജങ്ങളെ അഭ്യസിപ്പിച്ച് ബലപ്പെടുത്തിയിട്ടും അവർ എൻ്റെ നേരെ ദോഷം നിരൂപിക്കുന്നു. അവർ തിരിയുന്നു, മേലോട്ടല്ലതാനും. അവർ വഞ്ചനയുള്ള വില്ലുപോലെ ആവുന്നു. അവരുടെ മൃഗന്മാർ നാവിൻ്റെ ക്രോധം നിമിത്തം വാളുകൊണ്ട് വീഴും. അത് മിസ്രയീം ദേശത്ത് അവർക്ക് പരിഹാസഹേതുവായി തീരും.